ഈശോ പത്രോസിനോട് ചോദിച്ചില്ലേ? ആദ്യം എന്ത് ചെയ്തു? ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, എന്നെക്കുറിച്ച് എന്താണ് ജനം പറയുന്നത്? അപ്പോൾ അവരെന്താ പറഞ്ഞത്? ചിലർ പറഞ്ഞു നീ സ്നാപയോഹന്നാനാണെന്ന്, ചിലർ പറയുന്നു. ചിലർ പറഞ്ഞു നീ ഏലിയായാന്ന് പറയുന്നു. ചിലർ പറഞ്ഞു നീ പ്രവാചകരിൽ ഒരു ആളാണെന്ന് പറയുന്നു. അപ്പോൾ ഈശോ ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമോൻ പത്രോസ് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായ ആകുന്നു. ഉണ്ടോ, നീ ജീവൻ തരുന്നവനാണ്, നീ മിശിഹായാണ്, നീ ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പോൾ യേശു എന്ത് പറഞ്ഞു? മാംസരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത് സ്വർഗത്തിലെൻ്റെ പിതാവാണ്. എന്നാൽ കർത്താവ് പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ഈശോ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇവരെല്ലാം ഓടിപ്പോയി. ഇവരെ കർത്താവ് വീണ്ടും കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഇതേ പത്രോസിനോട് തന്നെ ഈശോ ചോദിക്കുന്നുണ്ട്, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, ഉവ്വ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോ വീണ്ടും ചോദിച്ചു, ഇവരെക്കാൾ അധികമായി? വീണ്ടും പത്രോസ് പറഞ്ഞു. മൂന്നാമത് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, എല്ലാം നീ അറിയുന്നുണ്ടല്ലോ. കണ്ണ് നിറഞ്ഞു. അപ്പോഴാണ് കർത്താവ് ഒരു കാര്യം പറഞ്ഞത്. എന്താ പറഞ്ഞത്? എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാൻ. ഉണ്ടോ പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും. എപ്പോഴാണ് കുഞ്ഞാടുകളെ മേയ്ക്കാൻ പറഞ്ഞത്? അതിനൊറ്റ ചോദ്യമുള്ളൂ, ഇവരെക്കാൾ അധികമായി സ്നേഹിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്നേഹമില്ലാതെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങരുതേ. സ്നേഹമില്ലാതെ, ഈ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, നിൻ്റെ ഉള്ളിലുണ്ടോ ഈ സ്നേഹം? പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ നിൻ്റെ ഉള്ളിലുണ്ടോ ഈ സ്നേഹം? സുവിശേഷകനായി നീ ധ്യാനകേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ നിൻ്റെ ഉള്ളിലുണ്ടോ ഈ സ്നേഹം? നീ ധ്യാനഗുരുവാണ്, ലോകം മുഴുവനും അറിയപ്പെടുന്നവനാണ്. ശ്രദ്ധിക്കട്ടെ, നിൻ്റെ ഉള്ളിലുണ്ടോ ഈ സ്നേഹം? ഒറ്റ ചോദ്യം ഈശോ ചോദിക്കുന്നുള്ളൂ. ഇന്ന് നഷ്ടപ്പെട്ടു പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് കുറഞ്ഞു പോയിട്ടുണ്ട്. സ്നേഹമില്ലാതെ നീ പ്രസംഗിക്കരുത്, സ്നേഹമില്ലാതെ നീ ജീവിക്കരുത്, സ്നേഹമില്ലാതെ നീ പ്രാർത്ഥിക്കരുത്. ഈ ദൈവസ്നേഹം നിറയട്ടെ. വേറൊന്നും കർത്താവിന് വേണ്ട, വേറൊന്നും വേണ്ട. നിന്റെ ഒരു അത്ഭുത സിദ്ധികളും വേണ്ട കർത്താവിന്. മറിച്ച് നിന്റെ ഉള്ളിൽ ഈ സ്നേഹത്തിൻ്റെ ഒഴുക്കുണ്ടോ? അതുകൊണ്ടാണ് പത്രോസിനെ കൊല്ലുവാനായിട്ട് കൊണ്ടുപോകുമ്പം പത്രോസ് പറയുന്നുണ്ട്, എന്നെ തലകീഴായിട്ട് കുരിശെ തറയ്ക്കാൻ. ഉണ്ടോ, എൻ്റെ ഗുരു മരിച്ചതുപോലെ മരിക്കാനുള്ള യോഗ്യതയില്ല. ആ സ്നേഹത്തിൻ്റെ ആഴമാണ് പ്രിയപ്പെട്ടവർ. ആ സ്നേഹത്തിലാണ് സഭ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഓർക്കണേ, ഇന്നും നഷ്ടപ്പെട്ടു പോയി, മരവിച്ചു പോയി. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടി. സ്നേഹം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലോ മുഴങ്ങുന്ന ചിലങ്ങുന്ന കൈത്താളവുമായിട്ട് മാറും. അതുകൊണ്ട് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിലൂടെ ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയണം, ജ്വലിക്കണം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ നമ്മളെ കണ്ടുമുട്ടുന്നവർക്കൊക്കെ ഈ പ്രതീക്ഷ കൊടുക്കണം. എത്ര പേര് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്, എത്ര പേർക്ക് ജീവിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്, എത്ര പേർ നിരാശ വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഓർക്കണം, ദൈവസ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. സ്നേഹം കൊണ്ട് നിറയട്ടെ. നമ്മുടെ കണ്ണുകൾക്ക് ആ തിളക്കം ഉണ്ടാകട്ടെ. നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ ഒരു ജ്വലനം ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. ദൈവസ്നേഹത്തിൻ്റെ ജ്വലനം ഇത് നഷ്ടപ്പെട്ടു പോയി. ഞാൻ വേദനയോടെ നിങ്ങളോട് പറയട്ടെ, ഇന്ന് ശുശ്രൂഷയ്ക്കൊക്കെ ആയിട്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ ജ്വലനം ഇല്ല പ്രിയപ്പെട്ടവരെ. എല്ലാം നിയമത്തിൻ്റെ കീഴിലാണ്. സത്യമാണ്. അതുകൊണ്ട് ഓർക്കേണ്ട ഒരു സത്യം, സ്നേഹം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ ഈ ശുശ്രൂഷ നിർത്തണം. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. ജീവിതത്തിലാണേലും അതെ, നമ്മുടെ കുടുംബത്തിൽ ആ സ്നേഹത്തിൻ്റെ ജ്വലനം ഉണ്ടോ? ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധം, മക്കളുമായിട്ടുള്ള ബന്ധം, കുടുംബങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, അയൽവക്കങ്ങളുമായിട്ടുള്ള ബന്ധം, എന്തോരം സ്നേഹം ഒഴുകുന്നുണ്ട് നമ്മളിലൂടെ. ഇന്ന് സ്നേഹം നഷ്ടപ്പെട്ടു പോയി, മരവിച്ചു പോയി, ജീവൻ നഷ്ടപ്പെട്ടു. പള്ളിയിൽ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും ഞാൻ ഈ സമാധാനം കൊടുക്കുമ്പോൾ ഞാൻ നോക്കും, കർത്താവേ, ഞാൻ നിങ്ങളോട് വേദനയോടെ പറയട്ടെ, കണ്ണുകൾ പോലും തുറക്കാറില്ല. അല്ലെങ്കിലോ ചില വ്യക്തികൾ സമാധാനം പോലും ഇല്ല. എത്ര ദയനീയമായി, മരിച്ച മനുഷ്യനെ പോലെയായി. ഉള്ളിലെ ആത്മാവിൻ്റെ നിറവ് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് നമുക്കിന്നൊന്ന് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവെ വീണ്ടും ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, വീണ്ടും ഞങ്ങളെ കൃപയിൽ ഉയർത്തണമേ, ആത്മാവിൽ നിറയ്ക്കണമേ, അഭിഷേകം നൽകണമേ. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കൂട്ടായ്മയും സ്നേഹവും ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വീണ്ടും പരിശുദ്ധാത്മാവ്
പരിശുദ്ധാത്മാവിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെയാണ് നാം ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാനുള്ള അഭിഷേകം നമുക്ക് കിട്ടുന്നത്. അപ്പാ എന്ന് വിളിക്കാൻ അപ്പോസ്തല റോമാക്കാർക്ക് ലേഖനത്തിൽ അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. റോമർ 8:15 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. 14 മുതലുള്ള വചനങ്ങൾ. റോമർ 8:14 ഉണ്ടോ? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ശ്രദ്ധിക്കണം, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ഉണ്ടോ? പരിശുദ്ധാത്മാവ് മൂലമാണ് നാം അപ്പാ എന്ന് വിളിക്കുന്നത്, ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. എന്നിട്ട് പറയുക, നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാണ് നമ്മളെ അപ്പാ എന്ന് വിളിക്കാനുള്ള കഴിവ് തരുന്നത്. ഉണ്ടോ? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. തിരിച്ചറിയണം. എന്നിട്ട് പറയാം, നിങ്ങൾ അടിമത്വത്തിൻ്റെ ആത്മാവിനെ അല്ല കൈക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. നമ്മൾ ഒന്നിൻ്റെ അടിമകളല്ല. ഉണ്ടോ? ഈ അടിമത്വം എന്ന് പറയുമ്പോഴെന്താ പ്രത്യേകം നമ്മളൊരു കാര്യമാണ്, എല്ലാവരും പാപമാണ് അടിമത്വം. അല്ല, പാപം മാത്രമല്ല ഈ അടിമത്വം എന്ന് പറയുന്നത്. ചിലരിങ്ങനെ എന്താണ് പറയുന്നത്, ദൈവമേ ഞാൻ പാപിയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പിൽ ചെന്നപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഒരു സഹോദരി പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞാൻ പാപിയാണ്, ഞാൻ നിൻ്റെ മുമ്പിൽ കാണാൻ യോഗ്യതയില്ല. നമ്മളൊരു കാര്യം തിരിച്ചറിയണമേ, എന്തുകൊണ്ടാണ് ഇപ്പോഴും മനുഷ്യനിങ്ങനെ വിലപിക്കുന്നത്? ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കുറഞ്ഞുപോയി, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കുറഞ്ഞുപോയി. എന്നിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞാൻ പാപിയാണ്, ഞാൻ കൃമിയാണ്, ഞാൻ പുഴുവാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവവചനത്തിലേക്ക് വരാം. ലൂക്കായുടെ സുവിശേഷത്തിൽ അതിൻ്റെ 15-ാമത്തെ അധ്യായം ഏറ്റവും മനോഹരമായി ദൈവത്തെ യേശു പിതാവിനെ അവതരിപ്പിച്ചിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഉപമയാണത്. ഏതാണ്? ധൂർത്തുപുത്രൻ്റെ ഉപമ. നമുക്ക് ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. ഉണ്ടോ? ഈ ധൂർത്തുപുത്രൻ തിരിച്ചു വരുന്ന ഭാഗം, അതായത് 17 മുതൽ അവിടെ 17-18 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരെ നിൻ്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. നിൻ്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ശരിക്കും ഈ ധൂർത്തുപുത്രൻ്റെ ഈ നിലവിളി ഇന്നുകൊണ്ട് അവൻ പറയുന്നത് എന്താ? ഞാൻ പാപിയാണ്, ദാസനായിട്ട് കണ്ടാൽ മതി. ഉണ്ടോ? ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഇതാണ്, ഞാൻ പാപിയാണ്, ഞാൻ ദാസനാണ്. എന്നാൽ പിതാവിൻ്റെ മനോഭാവം എന്താ? തുറന്ന് വായിച്ച്, ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. ദൂരെ വെച്ച് തന്നെ എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ? ദൂരെ വെച്ച് കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ഓർത്തിരുന്നത് ശരിക്കും മകൻ പോയ പിന്നെ അപ്പൻ വീടിനകത്ത് കയറിയിട്ടില്ലെന്നാണ്. അല്ല, ദൂരെ വെച്ച് തന്നെ കണ്ടു എന്ന് പറഞ്ഞാൽ അതായത് ഈ അപ്പൻ്റെ മനസ്സിൽ എപ്പോഴും ആരുണ്ട്? ഈ മകനുണ്ട്. അപ്പൻ്റെ മനസ്സിൽ നിന്ന് മകൻ മരിച്ചിട്ടില്ല, പോയിട്ടില്ല. എന്തോ എപ്പോഴും അവനെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട്. തിരിച്ചറിയണം. കാരണം എന്താണ്? അവൻ മകനാണ്. അപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. നീ എത്ര പാപിയാണെങ്കിലും, നിന്റെ ഉള്ളിൽ നിന്ന് എത്ര തിന്മ വന്നാലും നിന്റെ പുത്രസ്ഥാനത്തിന് ഒരു മാറ്റവും വരികയില്ല. അതിനകത്ത് ഒരു മാറ്റവും വരില്ല. ഒരു ഉദാഹരണം പറയാം. അതായത് നമ്മൾ ഒരു ജുവലറിയിൽ നിന്ന് പോയി ഒരു 5 പവൻ്റെ മാല മേടിച്ച് കുളിക്കാൻ കയറിയപ്പോൾ എന്ത് ചെയ്ത് ബാത്റൂമിൽ വെച്ച് അത് ക്ലോസറ്റിലേക്ക് പോയി. അവിടെ നിന്ന് ഒരു ടാങ്കിൽ പോയി. നമ്മളത് എടുത്ത് എന്ത് ചെയ്ത് ജുവലറി കൊണ്ടു ചെന്ന് നമ്മളിങ്ങനെ പറഞ്ഞു, ഇത് ക്ലോസറ്റിൽ പോയി, അല്ലെങ്കിൽ ടാങ്കിൽ പോയി, ഇതിൻ്റെ മാറ്റ് കുറഞ്ഞു. അവരെന്ത് ചെയ്യും? അവരത് ആ വെള്ളത്തിലിട്ട് കഴുകും. അവർക്കൊരു വെള്ളമുണ്ട്. ആ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് എന്ത് ചെയ്യും? ആ ത്രാസയെ വെക്കുമ്പോൾ അത് എത്രയാണ്? ആ ത്രാസയെ വെക്കുമ്പോൾ എത്ര? 22 ക്യാരറ്റാണ്. കണ്ടോ? എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? എത്ര അഴുക്കിൽ വീണാലും തിരിച്ചറിയണം, മാറ്റ് കുറയുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഒരു സത്യം മനസ്സിലാക്കണം. എന്താണെന്നറിയോ? ഇന്ന് ആളുകൾ പറഞ്ഞു, നീ പാപിയല്ലെന്നേ, നീ ദാസനല്ല. അന്ന് ധൂർത്തുപുത്രൻ പറഞ്ഞ അതേ കാര്യമാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആണോ? ഞാൻ ബലഹീനനാണ്, ഞാൻ കുറവാണ്, ഞാൻ അയോഗ്യനാണ്, ഞാൻ അടിയനാണ്. അടിയൻ ഇതാ
എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ അതിൽ നിന്ന് ഇതിങ്ങനെ തലേ കിടക്കുകയാണ്. ഇത് തലേ കിടക്കുന്നിടത്തോളം കാലം ആത്മാവിൽ നിനക്ക് ശക്തിപ്പെടാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ പുത്രസ്ഥാനത്ത് നിനക്ക് പുത്രനായിട്ട് നീ പുത്രനാണ്. ആ അവകാശം ആർക്കും മാറ്റിക്കളയാൻ പറ്റത്തില്ല. അതാണ് സുവിശേഷം. എത്ര വലിയ പാപിക്കും കയറി വരാൻ പറ്റും. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അല്ലാത്ത സുവിശേഷം അല്ല പ്രിയപ്പെട്ടവരെ, അല്ലാത്ത സുവിശേഷം അല്ല. ഇവിടെയാണ് തിരിച്ചറിവുള്ളത്. ഇത് പരിശുദ്ധാത്മാവ് തരുന്ന ബോധ്യമാണ്. ഉണ്ടോ? ഇനി എന്താ പ്രത്യേകത? പിതാവേ, സ്വർഗത്തിൽ നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു, പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി പിതാവാകട്ടെ. കണ്ടോ, പിതാവിൻ്റെ പ്രത്യേകത എന്താ? പിതാവിൻ്റെ സ്വഭാവം എന്താ? പിതാവായിട്ട് ദാസരോട് പറഞ്ഞു, മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് അവനെ ധരിപ്പിക്കുവിൻ. ഉണ്ടോ? മേൽത്തരം വസ്ത്രം എന്ന് വെച്ചാൽ എന്താ പ്രത്യേകത? അവൻ കയറി വന്നിരിക്കുന്നു അതുപോലെ അഴുക്കായിട്ടാണ് വന്നിരിക്കുന്നത്, അതുപോലെ തകർന്നാണ് വന്നിരിക്കുന്നത്. അപ്പൻ ചെയ്യുന്നുണ്ടോ? ആദ്യം തന്നെ മേൽത്തരം വസ്ത്രമാണ് അവനെ ധരിപ്പിക്കുന്നത്. വസ്ത്രത്തിന് പല അർത്ഥങ്ങളുണ്ട്. വിശുദ്ധി എന്നുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ അഴുക്ക് മാറ്റുകയാണ് ദൈവം. മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ധരിപ്പിക്കുവിൻ. അടുത്തെന്താണ്? മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ധരിപ്പിക്കുവിൻ. അവൻ്റെ കയ്യിൽ മോതിരം എന്തിനാണ്? ബന്ധങ്ങളെയാണ്. നഷ്ടപ്പെട്ടു പോയ ബന്ധം പുനഃസ്ഥാപിക്കുന്നുണ്ടോ ദൈവം? ബന്ധങ്ങളെ സൂചിപ്പിക്കുകയാണ്. 3 ചെരുപ്പ് അണിയിക്കാൻ. ചെരുപ്പ് എന്തിനാണ്? അന്ന് യഹൂദരുടെ കാലത്ത് അടിമകൾ ചെരുപ്പിടില്ല. ഇവനെ അടിമയായിട്ടാണ് വന്നിരിക്കുന്നത്. ഉണ്ടോ? അപ്പൻ എന്ത് ചെയ്യണം? ചെരുപ്പ്. മക്കളാണ് ചെരുപ്പിടുന്നത്. പുത്രസ്ഥാനം കൊടുത്ത് പുത്രനാണ് അവനെ വീണ്ടും ആ പദവിയിലേക്ക് ഉയർത്തുവാണ് ദൈവം. എന്നിട്ട് പറയാ, കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, സ്വർഗീയ അപ്പായുടെ സ്നേഹത്തിൻ്റെ ആഴം അതാണ്. കണ്ടോ, ഇത് നീ അനുഭവിക്കണം. ഇത് അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുന്നത്. അപ്പം പിന്നെ നമുക്ക് തിരുമ്മിയാൻ പറ്റത്തില്ല. അതിന് കാരണം എന്താ? ഈ സ്നേഹം കൊണ്ട് നമ്മുടെ ഉള്ളം നിറയാണ്. ദൈവസ്നേഹം കൊണ്ട് നമ്മുടെ ഉള്ളം നിറയണം. പണ്ടൊക്കെ അങ്ങനെയാണ്. ഞാൻ 84 ധ്യാനം കൂടുമ്പോഴും കുമ്പസാരിക്കുമ്പോഴും പൊട്ടിക്കരയുന്ന പാപത്തെ ഓർത്തല്ല കരഞ്ഞത്, മറിച്ച് അപ്പായുടെ മകനാണെന്നുള്ള ആ ഒരു ഉള്ളിൽ നിറയാണ്. പരിശുദ്ധാത്മാവ് തരികയാണ്. അപ്പോൾ കുമ്പസാരിക്കുമ്പോൾ നമ്മൾ പൊട്ടിക്കരയാണ്. അപ്പോൾ അച്ഛനിങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന കരച്ചിലല്ലത്, മറിച്ച് ഈ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് നിറയുക. പരിശുദ്ധാത്മാവ് പറയാണ്, നീ അപ്പായുടെ മകനാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അന്ന് ആ ധ്യാനത്തിൽ വെച്ചാണ് എന്ത് ചെയ്ത് അപ്പായെന്ന് ഞാൻ വിളിക്കുന്നത്. അന്ന് എനിക്ക് മനസ്സിലായി, ഈ മണ്ണിൽ ഞാൻ അനാഥനല്ല, ഞാൻ ബലപ്പെട്ടവനാണ്. കണ്ടോ, ഞാൻ ബലപ്പെട്ടവൻ, ബഹുമാന്യൻ, പ്രിയങ്കരനാണ്. ഇത് ഞാൻ അനുഭവിക്കണം. ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഈ ദൈവസ്നേഹം അനുഭവിക്കുന്നില്ല മനുഷ്യൻ. അതുകൊണ്ട് എന്താണ്, ഇവൻ ധ്യാനം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാലും ഇവൻ പറയുന്ന കാര്യം എന്നാ? ധ്യാനഗുരുവിനെ കുറിച്ച് പറയും. ധ്യാനഗുരു കൈവച്ചപ്പം വെട്ടിയടിച്ച പോലെ വീണ്, അല്ലെങ്കിൽ ധ്യാനഗുരു അത് പറഞ്ഞപ്പോൾ ഇത് കിട്ടി. എന്നിട്ട് ഈ ധ്യാനഗുരുവിനെ ഫോക്കസ് ചെയ്യാണ്. എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയണം, ഈ അപ്പായുടെ സ്നേഹം അനുഭവിക്കണം. അനുഭവിച്ചു കഴിയുമ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവൻ എല്ലാവരോടും ചെന്ന് പറയും, ദൈവത്തെക്കുറിച്ച് പറയാൻ തുടങ്ങും. എനിക്കൊരു അപ്പനുണ്ട്, ഉണ്ടോ, കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലുകയാണ് എന്ന് വെച്ചാൽ പിന്നീട് അവനെ കയറ്റുന്നത് കൂടെയാണ് സ്വർഗത്തിലേക്കാണ്. പിന്നെ അവൻ്റെ ജീവിതം മുഴുവനും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ചാണ്. അതിനാണ് ഈ മാനസാന്തരം എന്നൊക്കെ പറയുന്നത്. മാനസാന്തരം എന്ന് പറയുന്നത് മാത്രമല്ല, പിന്നെ അവൻ എവിടെ ചെല്ലുമ്പോഴും ഈശോയെക്കുറിച്ച് പറയും. ഒരു ദിവസം ഒരാളോടെങ്കിലും ഈശോയെക്കുറിച്ച് പറയും. അപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ ആണ് ഈ സ്നേഹം കിട്ടുന്നത്. 2, പരിശുദ്ധാത്മാവാണ് നമ്മളെ അപ്പാ എന്ന് വിളിക്കാൻ. അതുകൊണ്ടാണ് അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ മക്കളാണ്. അപ്പം മക്കളുടെ പദവിയിൽ ജോൺ പോൾ II മാർപ്പാപ്പ പറയുന്നതാ, മക്കളുടെ പദവി, നമുക്കൊരു പദവി ദൈവം തന്നിട്ടുണ്ട്. ചിലരുണ്ട് ഈ ചില ധ്യാന കേന്ദ്രങ്ങൾക്ക് അടിമകളാണ്. ധ്യാന കേന്ദ്രങ്ങൾക്ക് എന്നിട്ട് അവിടെ പോയി എന്നിട്ട് ശുശ്രൂഷയാണെന്നാണ് പറയുന്നത്. ചില ധ്യാനഗുരുക്കന്മാർക്ക് അടിമകളാണ്. ഈ ഗുരുക്കന്മാർ കാറേ വന്നിറങ്ങുമ്പോൾ ഡോറ് തുറക്കാൻ ഒരാൾ, പിന്നെ കുട ചൂടിക്കൊടുക്കാൻ വേറൊരാൾ, പിന്നെ ഇങ്ങനെ ഈ പട്ടാളക്കാരെ കിണൽ വരുമ്പോൾ കൊണ്ടുപോകുന്ന പോലെയാണ്. എന്തൊരടിമത്വം എന്നറിയൂ ഇത്. അതോ നിങ്ങൾ അങ്ങനെ ആരുടെ അടിമകളല്ല പ്രിയപ്പെട്ടവർ, നിങ്ങൾ മക്കളാണ്, അപ്പായുടെ മക്കൾ. ഒന്നിൻ്റെ അടിമകളാകരുത്. ഇതെല്ലാം അടിമത്വം ഉണ്ടെന്നറിയുന്നു. അതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. എന്നിട്ടോ ശരിക്കും അപ്പായുടെ മക്കളായിട്ട് ജീവിക്കണം. അപ്പം നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 10:16
10-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കും. എന്നിട്ട് പറയാ, മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളണം. കണ്ടോ, മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളണം. ആരെ സൂക്ഷിക്കണം? സിംഹത്തെ സൂക്ഷിക്കാനല്ല പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് ഈ കാലഘട്ടത്തിൽ മറ്റു പലരും ഉണ്ടല്ലോ, അവരെ ആരെയും സൂക്ഷിക്കാനല്ല പറയുന്നത്, മനുഷ്യരെ സൂക്ഷിക്കണം. അപ്പം നമ്മൾ ആരാണ്? തിരിച്ചറിയണം, നമ്മൾ മക്കളാണ്, ദൈവ മക്കളാണ്. അപ്പം ദൈവമക്കളും മനുഷ്യരും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉണ്ടോ? എനിക്ക് ആദ്യം കിട്ടിയ തിരിച്ചറിവാണ്, നവീകരണത്തിൽ വന്നപ്പോൾ കിട്ടിയ തിരിച്ചറിവാണ്, ഞാൻ മനുഷ്യനല്ല. അപ്പോഴെന്താ പ്രത്യേകത? മനുഷ്യൻ ചെയ്യുന്ന പോലെ നീ ചെയ്യരുത്. നീ ദൈവ പൈതലാണ്. മനുഷ്യരോടല്ല ദൈവം പറഞ്ഞത് നാളെക്കുറിച്ച് ആകുലപ്പെടണമെന്ന്, മക്കളോടാണ് പറഞ്ഞത് നാളെക്കുറിച്ച് ആകുലപ്പെടരുത്. മനുഷ്യരോടല്ല. ഇന്ന് ഈ ആകുലതകളും അസ്വസ്ഥതകളുമായിട്ട് നടക്കുന്നതിന് കാരണം എന്താണ്? ഉറക്കമില്ല, ഉത്കണ്ഠയാണ്. അതിന് കാരണം എന്താ? ഇവന് ഇതുവരെ മകനായിട്ടില്ല, മകളായിട്ടില്ല. ഈ സുവിശേഷം എഴുതപ്പെട്ട ആരൊക്കെ മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ല, അതുകൊണ്ടാണ് വചനം വായിച്ചിട്ട് പറയും, അയ്യോ ഇതുപോലെ ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല, കാരണം ഇവൻ മകനായിട്ടില്ല. അപ്പൻ മക്കളോടാണ് പറഞ്ഞിരിക്കുന്നത്, നാളെക്കുറിച്ച് ആകുലപ്പെടണ്ട. മക്കളോടാണ് പറഞ്ഞത്, നിന്റെ ഉത്കണ്ഠ എന്നെ ഏൽപ്പിക്ക്, ഞാൻ നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കണ്ടോ, ഒന്ന് ഓർത്തു നോക്കിക്കേ. ഈ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഈ ഉത്കണ്ഠയും ആകുലതകളും അസ്വസ്ഥതകളും ഭാരങ്ങളും വേദനകളും പറയും മനുഷ്യനെ പോലെ ജീവിക്കുകയാണ്. മനുഷ്യനെ പോലെ നിരാശപ്പെട്ടു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ അപ്പൻ്റെ കയ്യിലുള്ള സമ്പത്ത്, എന്തെല്ലാം നന്മകൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, തിരുവചനം പറയുകയാണ്, നിങ്ങൾ റോമർ 8 അബാപിതാവേ എന്ന് വിളിക്കുന്നു, നാം ദൈവത്തിൻ്റെ മക്കളാണ്, ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളാണ്. കണ്ടോ, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. കണ്ടോ, നാം മക്കളെങ്കിൽ അവകാശികളാണ് എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? ചോദിക്കാൻ നിനക്ക് അവകാശമുണ്ട്. ഔദാര്യമല്ല. അപ്പനോട് ഇന്നത് വേണമെന്ന് ചോദിക്കാൻ നിനക്ക് അവകാശമുണ്ട്. പക്ഷെ നീ മകനാകണം, അതാണ്, മകളാകണം. എന്ത് ചോദിച്ചാലും അവൻ തരും, അതിനകത്ത് മാറ്റമില്ല. കാരണം മക്കൾക്കുള്ളതാണ് അപ്പൻ്റെ സമ്പത്ത്. സകല സമ്പത്തിനും മക്കൾക്ക് അവകാശമുണ്ട്. എനിക്ക് റോമിൽ പോകാനായിട്ട് മാർപ്പാപ്പയുടെ അടുത്തൊരു മീറ്റിങ്ങിനാണ്, കരിസ്മാറ്റിക് നവീകരണ സഭയിൽ വന്നിട്ട് 50 വർഷമായി. എൻ്റെ കോൺഫറൻസ് റോമിൽ നടക്കുമ്പോൾ എൻ്റെ വിസ പ്രോസസ്സ് നടക്കുന്ന എറണാകുളത്താണ്. ഞാനവിടെ ചെല്ലുമ്പോൾ കേരളത്തിലെ എല്ലാ ധ്യാന ഗുരുക്കന്മാരും ഉണ്ട്, എല്ലാ പ്രഗത്ഭരും ഉണ്ട്. വളരെ നല്ല കാര്യം. അപ്പോൾ അവരൊക്കെ ഈ അപേക്ഷ കൊടുത്തപ്പോൾ അവരുടെ എല്ലാം ഓക്കെ. ഞാനിങ്ങനെ അവരുടെ കൂടെ നിന്നാണ് കൊടുത്തത്. അപ്പോൾ എൻ്റെ വിസയല്ല, എൻ്റെ അപേക്ഷയിലേക്ക് നോക്കിയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ജോലിയില്ല. പിന്നെന്തില്ല? ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇല്ല, അതില്ല. ഇവർ പറയുമ്പോൾ എനിക്കൊന്നുമില്ല. എന്നിട്ട് ഇവർ പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണെന്ന് പറഞ്ഞു. കിട്ടത്തില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, സാറേ അപേക്ഷ തരുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല, അത് 2-3 കൊടുത്തോളാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് അറിയണോ, 15 ദിവസം കഴിഞ്ഞപ്പോൾ എന്നിട്ട് എന്നോടൊരു കാര്യം കൂടെ പറഞ്ഞു, ഇവർക്കൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. ഈ പുറത്തിറങ്ങിയപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ച്, ബ്രദറിന് വിഷമം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കൊരു വിഷമമില്ല. എന്നെ ആശ്വസിപ്പിച്ചു. പക്ഷേ 15 ദിവസം കഴിഞ്ഞപ്പോൾ എന്നാണെന്നറിയോ, ഈ കിട്ടുമെന്ന് പറഞ്ഞ പലർക്കും കിട്ടിയില്ല, ഈ ആശ്വസിപ്പിച്ച ആൾക്കും കിട്ടിയില്ല. അതാണ് ഭയങ്കരം. പിന്നെ ഞാൻ വിളിച്ച് ആശ്വസിപ്പിച്ച്, കർത്താവ് എനിക്ക് വിസ ഒരുക്കി തന്നു. അവരെല്ലാം മോശക്കാരാണെന്നുള്ളതല്ല അതിനർത്ഥം. ഞാനവിടെ നിൽക്കുമ്പോൾ ഓർത്ത്, ഞാൻ അപ്പായുടെ മകനാണ്. ആ ഒരു ബോധ്യത്തിലാണ് ഞാൻ അവിടെ നിന്നതും ഇത് കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, മാർപ്പാപ്പയുടെ അടുത്ത് പോകാനും ചേർന്നിരിക്കാനും ഒക്കെയുള്ള ഭാഗ്യം ദൈവം തന്നു. ഞാനിത് പറഞ്ഞു വരുന്നതിന് പൊരുളെന്നറിയോ, മക്കളെങ്കിൽ ചോദിക്കാൻ നിനക്ക് അവകാശമുണ്ട്. പക്ഷെ നീ ആരാകണം? മകനാകണം, മകളാകണം. അവിടെ പറഞ്ഞ മനുഷ്യരെ സൂക്ഷിച്ചോളാം. അപ്പം നീ മനുഷ്യനെ പോലെ ജീവിക്കരുത്. ഇന്ന് 90% ആളുകളും ലോകത്തിൽ മനുഷ്യനെ പോലെയാണ് ജീവിക്കുന്നത്. മക്കളാകണം, മനുഷ്യരെ എപ്പോഴും ഓർത്തോണം. കാരണം മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അപ്പായുടെ മക്കളാണ്. കണ്ടോ, മക്കളെങ്കിലോ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണം. ഞാനൊരു കുടുംബസ്ഥനാണ്. എൻ്റെ മക്കൾക്ക് മനസ്സിലാകണം, അപ്പൻ സാധാരണ മനുഷ്യനല്ല. എൻ്റെ അപ്പൻ സാധാരണ മനുഷ്യനല്ല, എൻ്റെ മക്കൾക്ക് മനസ്സിലാകണം, എൻ്റെ ബംഗാളിക്ക് മനസ്സിലാകണം, ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുമുള്ളവർക്ക് മനസ്സിലാകണം, ഞാൻ സാധാരണ മനുഷ്യനല്ല. നിങ്ങളുമല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മക്കളാണ്. ഈ തിരിച്ചറിവ് വരുന്ന പരിശുദ്ധാത്മാവാണ്.
അപ്പോൾ ഏത് നിലപാടെടുക്കുമ്പോഴും ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഞാൻ മനുഷ്യനല്ല, ഞാൻ ദൈവ പൈതലാണ്. ഈ ഒരു തിരിച്ചറിവ് കിട്ടുമ്പോഴാണ് നമ്മൾ ലോകം കരയുമ്പം നിങ്ങൾ ചിരിക്കും. അപ്പോൾ എന്താ പ്രത്യേകം അറിയോ? നമ്മുടെ ആകുലതകളും അസ്വസ്ഥതകളെല്ലാം നമ്മളെ വിട്ടുപോകും. ഏത് പ്രതിസന്ധിയുടെ നടുവിലും പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കാൻ തുടങ്ങും. അപ്പം നാം തിരിച്ചറിയണം, പരിശുദ്ധാത്മാവാണ് അപ്പാ എന്ന് വിളിക്കാനുള്ള കഴിവ് നമുക്ക് തന്നിരിക്കുന്നത്. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരട്ടെ, പരിശുദ്ധാത്മാവ് നമുക്ക് അഭിഷേകം തരട്ടെ. ഒരു പുതിയ ജീവിതം ഇന്നും തുടങ്ങാൻ, ആത്മാവിലുള്ള ജീവിതം ഇന്ന് തുടങ്ങാൻ. ആത്മാവിൽ നിറഞ്ഞാൽ മാത്രം പോരാ, ആത്മാവിനാൽ നയിക്കപ്പെടാൻ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉള്ളുരുകി നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവാണ് നമ്മളെ പഠിപ്പിക്കേണ്ടത്, പരിശുദ്ധാത്മാവാണ് നമുക്ക് കൃപ തരേണ്ടത്, പരിശുദ്ധാത്മാവാണ് നമ്മളെ അപ്പാ എന്ന് വിളിക്കാനുള്ള കഴിവ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ മനുഷ്യരല്ല, നമ്മൾ മക്കളാണ്. മക്കളെങ്കിൽ സകല സമ്പത്തിന്, സകല നന്മകൾക്കും അവകാശികളാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ആത്മാവിൽ നിറഞ്ഞു നയിക്കപ്പെട്ട ഒരു ജീവിതം ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവ് അഭിഷേകം തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി.